പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മിന്നെത്തി നിൽക്കുന്നത് 10 കൽപ്പനകളിലാണ്. അതായത് ആ 10 പ്രമാണങ്ങൾ ലോക ജനതയെ മുഴുവൻ സ്വാധീനിച്ച, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ട ഈ 10 കൽപ്പനകൾ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും എത്രമാത്രം ഉപകരിച്ചു എന്നത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ കൽപ്പനകൾ എവിടെയൊക്കെ ധിക്കരിക്കപ്പെട്ടുവോ അവിടെയൊക്കെ നാശം തന്നെ കൊയ്തെടുത്തു. ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം എന്താണ്? നമ്മുടെ നാട്ടിൽ എന്തായി നടന്നുകൊണ്ടിരിക്കും? കൽക്കട്ടയിലെ ഒരു ലേഡി ഡോക്ടർ ആതുര ശുശ്രൂഷ നിർവഹിക്കുന്ന വേളയിൽ പാതിരാവിൽ 3 മണിക്ക് സംരക്ഷണം നൽകേണ്ട ആൾ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ സംഭവമല്ലേ നമ്മുടെ മനസ്സാക്ഷി ഞെട്ടിച്ചത്? ഡോക്ടർ വന്ദന കൊലക്കേസ് നടന്നിട്ട് അധികം ആയില്ല. അതിനോട് ചേർന്നല്ലേ ഇപ്പോൾ തൊട്ടടുത്ത ഘട്ടങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ സിനിമാ ലോകത്തെ പൊട്ടിത്തെറികളും. കാര്യം എന്തെല്ലാം പൊട്ടിത്തെറി ഉണ്ടായാലും ഒറ്റ തിരിഞ്ഞ ഓരോ വ്യക്തിയിൽ അറ്റാക്ക് ചെയ്യുന്നതിനോട് വലിയ യോജിപ്പില്ല കേട്ടോ. കാരണം അദ്ദേഹത്തെ അങ്ങനെയുള്ളവർക്കൊക്കെ കുടുംബങ്ങളുണ്ടല്ലോ. ആ കുടുംബങ്ങളിൽപ്പെട്ടവരൊക്കെ നിരപരാധികളല്ലേ. ഇതൊക്കെ അന്വേഷണം നടത്തി തെറ്റുകാരനെ ശിക്ഷിക്കുക എന്നുള്ളത് നീതിയുടെ കാര്യമാണ്. എങ്കിലും അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങളിലൂടെ ഇവയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയ കുടുംബങ്ങളെയൊക്കെ നാമാശേഷമാക്കത്തക്ക രീതിയിലുള്ള ആ പ്രചണ്ഡ പ്രവാഹം അത് മനുഷ്യയോഗ്യമാണോ എന്ന് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഈ രംഗം എന്ന് പറയുന്നത് മുഴുവൻ ലൈംഗിക അരാജകത്വ രംഗമാണ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അറിവുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു രംഗം മാത്രമല്ല, ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും മണ്ഡലങ്ങളിലും എല്ലായിടത്തോട്ടും പോയി ഹേമയ്ക്ക് കമ്മിറ്റിക്ക് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ലല്ലോ. ഇപ്പം നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പൈശാചികതയാണ് ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കൽപ്പനകളുടെ നിരാസം എന്ന് പറയുന്നു. കൽപ്പനകൾ എന്ത് നൽകപ്പെട്ടിരിക്കുന്നത്? മനുഷ്യകുലത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നു. എങ്ങോട്ടെല്ലാം പോയി നമ്മുടെ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നു. നോക്കി അടുത്ത കാലത്തല്ലേ ഈ ചുംബന സമരമൊക്കെ നടന്നത്. ആ മീഡിയ മുഴുവൻ പ്രത്യേകമായി ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുകയും അഴിഞ്ഞാട്ടത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത രീതിയല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരുന്നത്. 2 തരത്തിൽ. ഒന്ന്, ലൈംഗികമായ വസ്തുവിനെ അല്ലെങ്കിൽ ലൈംഗികതയെ വിൽപ്പന ചരക്ക് പരസ്യ കമ്പോളമാക്കിയൊക്കെ മാറ്റിയില്ലേ. മാത്രമല്ല ഇതിനൊക്കെ എതിര് നിൽക്കുന്നവരെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയും അപഹസിക്കുകയും തള്ളിപ്പുറയും കരുതേച്ച് കാണിക്കുകയും ചെയ്യുന്ന രീതിയല്ലേ നിലനിന്നിരുന്നത്. നിലനിന്നിരുന്നത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ. അതുകൊണ്ട് പൗരോഹിത്യത്തെയും സന്യാസമർപ്പണത്തെയും ഒക്കെ വില ഇടിച്ച് കാണിച്ചില്ലേ. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടാകുന്ന പർവ്വതീകരിച്ച് കാണിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തങ്ങളുടെ തന്നെ മൂല്യബോധം അനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി അതിനെതിരെ നിൽക്കുന്നവരെയൊക്കെ തകർക്കുന്ന ഒരു രീതി നാം കണ്ടില്ലേ. എല്ലാ കേസുകളും തന്നെയായിരുന്നില്ലേ. അഭയ കേസും റാങ്കോ കേസൊക്കെ ഉണ്ടായപ്പോൾ വാസ്തവത്തിലെ ഈ മാധ്യമങ്ങൾ ചെയ്തത് എന്താണ്? കുറ്റവാളി ആരോപിക്കപ്പെടുന്നതുകൊണ്ട് കുറ്റവാളിയാകുന്നില്ലല്ലോ. അത് കൃത്യമായിട്ട് ആ കോടതി വ്യവഹാരത്തിന് വിധേയമാക്കി കുറ്റം ചെയ്തെന്ന് തെളിയിച്ചു കഴിഞ്ഞാലേ കുറ്റവാളിയാകുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആണെങ്കിലും ശരി എത്രയോ കുടുംബങ്ങളാണ്, എത്രയോ വ്യക്തികൾ കുടുംബം അവിടെ ഇല്ലേ, മക്കളില്ലേ, അവിടെ പെൺമക്കളില്ലേ, അവരുടെയൊക്കെ ഭാവി എങ്ങനെ ഇരിക്കും? ഇങ്ങനെയുള്ള അവഹേളനങ്ങൾ പരസ്യമായിട്ടുള്ള ഭയങ്കരമായ പ്രചരണങ്ങൾക്ക് നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒക്കെ എല്ലാ രംഗത്തും ഇതുപോലെ തന്നെയല്ലേ. സിനിമാ രംഗത്താണെങ്കിൽ ഈ കാണുന്ന മൂല്യനിരാസം, മൂല്യനിഷേധം കൊടുമുടിയിലെത്തിയില്ല. അങ്ങനെയല്ലേ കണ്ടിരിക്കും. സ്വവർഗ അനുരാഗി നായകനായി സിനിമയിൽ, എന്നിട്ട് അവൻ്റെ പേര് ഒരു ക്രിസ്ത്യാനിയുടെ പേര് പോരെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ചില സംവിധാനങ്ങളെ തകർക്കണം, അത്രയല്ലേ ഉദ്ദേശം.
അപ്പോൾ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്. സ്വതം ഗോമോറായ പെണ്ണ് കണ്ടതുപോലെ ദൈവം കാണുന്നുണ്ട് എന്ന കാര്യം എല്ലാ കാലത്തും ഇങ്ങനെയൊന്നും അരിഞ്ഞാടാൻ പറ്റില്ല. തമ്പുരാൻ നടപടിയെടുക്കും. അങ്ങനെയൊരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഒരു നാൾ കള്ളൻ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്നത് ഒരു സാമാന്യ തത്വമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആ വ്യക്തികളെ നമ്മൾ ഒരു വാസ്തവത്തിൽ ഈ കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ വ്യക്തികൾക്ക് വാസ്തവത്തിൽ പരിഗണന കൊടുക്കേണ്ടതാണ്. കുറേയൊക്കെ തെറ്റുണ്ടായെങ്കിൽ അത് തിരുത്താത്തക്ക രീതിയിലേക്കുള്ള സംവിധാനങ്ങളുണ്ടല്ലോ നമുക്ക്. അപ്പം അതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെയല്ലേ. അഭയ കേസുണ്ടായി, എന്തൊരു 2-3 വ്യക്തികൾ, പാവപ്പെട്ട മനുഷ്യർ എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടു. ഇപ്പം സ്ത്രീ സുരക്ഷയെക്കുറിച്ച്, സ്ത്രീയുടെ പൊസിഷനെക്കുറിച്ച്, സ്ത്രീയെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് ഒക്കെയെല്ലാം വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. സ്ത്രീത്വം കൂടെ തൻ്റെ ഇടം കാണിക്കാൻ തുടങ്ങി, നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഈ അഭയക്കേസിൽ പാവപ്പെട്ട സ്ത്രീയും കന്യകയുമായിരിക്കുന്ന ഒരു ജീവി ഉണ്ടായിരുന്നു. ആ സ്ത്രീ അനുഭവിച്ചത്ര വേദന ആരാ സഹിച്ചത്? എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടെന്ന്. ഹൈമനോപ്ലാസ്റ്റി എവിടെയാണ്? കണ്ടിട്ടും കേട്ടില്ലാത്തൊരു കാര്യം. അതെവിടെ പോയാൽ വിദേശ രാജ്യത്ത് പോയി, പാസ്പോർട്ട് പോലും ഇല്ലാത്ത വ്യക്തി. അപ്പോൾ ഇത്രയധികമായിട്ട് അപഹേളിക്കപ്പെട്ട സ്ത്രീത്വത്തെ താറടിച്ച് കാണിച്ച സംസ്കാരത്തിൽ ഇതിനൊക്കെ ശിക്ഷയുണ്ടാവില്ലേ? പൊട്ടിത്തെറികളെ ഭാഗത്ത് പിൻപിൽ നടക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തിലൊക്കെ ഇപ്പോൾ അവബോധമുണ്ടായി. ഈ കാലഘട്ടത്തിൽ അപ്പുറങ്ങൾ നടക്കില്ല. ഇപ്പം സന്യാസത്തെയൊക്കെ താറടിച്ച് കാണാൻ തുടങ്ങിയ സന്യാസികൾ തന്നെ നല്ല മിടുക്കരായി മുമ്പോട്ട് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് പ്രതിരോധം നൽകുവാൻ വേണ്ടി. അതുകൊണ്ട് പണ്ടത്തേതുപോലെ ഇനിയുള്ള ഈ കളി നടക്കും എന്ന് കരുതുന്നില്ല. സഭയിലെ സന്യാസിനികൾക്ക് പ്രബുദ്ധരായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് പ്രതിരോധിക്കാൻ ശേഷിയും ഉണ്ടായിട്ടുണ്ട്. അത് സൂക്ഷിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇടപെടാനായി. അതുകൊണ്ട് നമ്മൾ എന്താ ചിന്തിക്കാൻ പോകുന്ന സംഗതി, നമ്മുടെ 10 കൽപ്പനകൾ എന്ന് പറയുന്നത് അടിസ്ഥാന പ്രമാണങ്ങളാണ്. ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി നൽകപ്പെട്ടുള്ളതാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ കരുതേണ്ടതാണ്. അതുകൊണ്ട് എടുത്തിട്ട് അലക്കാനുള്ളോ അല്ലത്, തകർത്ത് കളയാനുള്ളോ ഉള്ളോ അല്ലത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് തിരിയാം. 10 പ്രമാണങ്ങൾ 20 അധ്യായം നിയമാവർത്തന പുസ്തകത്തിൻ്റെ 1-17 വാക്യങ്ങൾ നമുക്ക് കാണും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ പ്രധാനമായും 2 നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വരുന്ന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതേസമയത്ത് 2 പട്ടികകളുണ്ട്. ഒന്ന് നിയമാവർത്തനത്തിലൂടെ നമുക്ക് കണ്ടുവരുന്നത് 2 രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യബന്ധങ്ങളെ കൂട്ടി ഇണക്കിയിട്ട് കൂട്ടായ്മ സൃഷ്ടിച്ചിട്ട് ജീവിതം സ്വർഗീയമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കൽപ്പനകൾ നൽകപ്പെട്ടത്. സീനായി ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ദൈവം തന്നെ 2 കൽപ്പനകളിലായി 2 ഉടമ്പടിയുടെ കാര്യം നമ്മൾ കാണുന്നു. അപ്പോൾ വിശദീകരിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവം വിരൽ കൊണ്ട് എഴുതി എന്ന രീതി അവർ അവതരിപ്പിച്ചു. ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതി. അപ്പോൾ അത്രയ്ക്ക് ജീവിതത്തിൽ സമൂലം ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന കൽപ്പനകളാണ്. പുറപ്പാടിൻ്റെ 31 അധ്യായം 18-ാം വാക്യത്തിൽ ഉടമ്പടിയുടെ 2 പ്രതികൾ തൻ്റെ വിരൽ കൊണ്ട് എഴുതിയ 2 കൽപ്പലകൾ ദൈവം അവന് നൽകിയെന്ന് പറയും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കണ്ടു. ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട്. അപ്പോൾ അതിൽ കൂടെ മനുഷ്യനെ വിശ്വസിക്കാൻ വേറെന്താ വേണ്ടിയേ? അതന്നെ പുറപ്പാട് 32:15 പറയുന്നു, മോശ കൈകളിൽ 2 ഉടമ്പടി പത്രികകളുമായി താഴേക്ക് ഇറങ്ങി പലകൾ ദൈവത്തിൻ്റെ കരവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു എന്ന് പറയും. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം കണ്ടോ. 34 അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ആദ്യത്തേതുപോലുള്ള 2 കൽപ്പനകൾ ചെത്തിയെടുക്കുക, നീ ഉടച്ച് കളഞ്ഞ് പലകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിലെഴുതാം എന്ന് ദൈവം പറയുന്നു മോശയോടാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അങ്ങേയറ്റത്തെ എക്സ്ട്രീം ഇമ്പോർട്ടൻസ് ആണ് എടുത്തു കാണിക്കുക. അപ്പം നിൻ്റെ ജീവിതത്തെ അടിമുടി ബാധിക്കുന്നതാകിയാൽ അപ്രകാരം പറഞ്ഞിരിക്കും. മലയിൽ നിന്ന് മോശ ഇറങ്ങി വന്നു, ജനം മലയുടെ മുമ്പിൽ നിന്നു. പുറപ്പാട് 19:25, 19:20-18 ജനം അവിടെ നിൽക്കുകയാണ്. ആ ജനത്തിൻ്റെ മധ്യയാണ് ഈ 10 പ്രമാണങ്ങൾ ആവിഷ്കരിക്കുന്നത്. അപ്പം അതുകൊണ്ട് 2 പട്ടികകൾ നമുക്ക് കാണാനുണ്ട്. നിയമാവർത്തനം 5 അധ്യായം 6-21 വരെയും, പുറപ്പാട് 20:1-17 വരെയും. പുറപ്പാട് എഴുതാണല്ലോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിന് പാരലായിട്ട് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 6-21 വരെ പാരലായിട്ട് തന്നെ ഈ പട്ടിക വീണ്ടും കാണാം. അല്പം വ്യത്യാസം അവിടെയുണ്ട്. അതായത് 2 പട്ടികകളിൽ ഒരിടത്ത് നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നിടത്ത്
9ഉം 10ഉം കൽപ്പന അല്ലെങ്കിൽ 10ാം കൽപ്പനകളെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുക. അത് 9ഉം 10ഉമായി വിഭജിച്ചിരിക്കണം. അതേസമയത്ത് 1ാം കൽപ്പന 1ഉം 2ഉമായി ഒന്നാക്കി വെച്ചിരിക്കും. കത്തോലിക്കാ സഭ പിന്തുടരുന്ന രണ്ടാമത്തേതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പട്ടിക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പൊടുന്നനെങ്കിലും വിളിച്ച് പുറത്ത് വന്നൊന്നുമില്ല. 10 എന്ന് പറയുന്നത് പെർഫെക്റ്റ് നമ്പറാണ്. അതായത് കൽപ്പന എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണത വേണമല്ലോ. അതുകൊണ്ട് തന്നെ ബൈബിളിലെ 10 കൽപ്പന ഉണ്ടാകുന്ന മുമ്പ് തന്നെ മനുഷ്യൻ്റെ രീതിയിൽ വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ പോലും മനുഷ്യനെ വഴി നടത്താൻ വേണ്ടിയിട്ടുള്ള ധാർമ്മിക നിയമങ്ങളൊക്കെ നിലനിന്നിരുന്നു. മെസൊപ്പൊട്ടേമിയയിൽ പ്രത്യേകിച്ച് കോഡ് ഓഫ് ഹമ്മുറബി എന്ന് പറയുന്നത് വളരെ നിയമസംഹിത വളരെ ഫേമസ് ആയ കോഡ് ഓഫ് ഹമ്മുറബി, അല്ലെങ്കിൽ എഷ്നുന്നായുടെ നിയമസംഗതി കോഡ് ഓഫ് എഷ്നുന്ന, അല്ലെങ്കിൽ ഹിറ്റൈറ്റ് കോഡ് എന്നൊക്കെ പറയുന്നത് ഒക്കെ നിലനിന്നിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു രാജകൽപ്പനകളായിട്ട് നൽകപ്പെട്ടിരുന്ന ഒരു രാജ്യം നിലനിൽക്കണമെങ്കിൽ അവർ ഒന്നു ചേർക്കുന്ന ജനത്തെ കൂട്ടിയിണക്കുന്ന കൽപ്പനകൾ അതിൻ്റെ നിയമസംഹിത ഉണ്ടാകേണ്ടതാണ്. ഇതും 10 കൽപ്പനയുടെ വ്യത്യാസമുണ്ട് കേട്ടോ. 10 കൽപ്പന ദൈവികമാണ്. ഇത് നിലനിൽപ്പിന് വേണ്ടി രൂപപ്പെട്ടെടുക്കുന്ന നിയമങ്ങളാണ്. ഇപ്പം മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെ അവിടെ ആവിഷ്കരിക്കുന്നതെങ്കിൽ 10 കൽപ്പനയും മനുഷ്യർ തമ്മിലും ദൈവവുമായിട്ടുള്ള ബന്ധം, മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിന് ശേഷമാണ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ദൈവഹിതത്തിൻ്റെ വെളിപ്പെടലാണ് 10 കൽപ്പനകൾ, രാജാവിൻ്റെ ഹിതമല്ല. ദൈവഹിതത്തിൻ്റെ വെളിപ്പെടൽ എന്ന നിലയിലാണ് 10 കൽപ്പനകളെ കാണുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് അന്ന് ഹമ്മുറബിയുടെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 10 കൽപ്പന അല്ലെങ്കിൽ ബിബ്ലിക്കലായിട്ടുള്ള 10 കമാൻഡ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോഴുള്ള ഒരവസ്ഥ കണ്ടീഷണൽ ലോസാണ്. അതായത് ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള. അതേസമയത്ത് വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന 10 കൽപ്പന അൺകണ്ടീഷണലാണ്. എല്ലാ കാലത്തും എല്ലായ്പ്പോഴും എവിടെയും പാലിക്കേണ്ട കാര്യം ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടല്ലേ 10 കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ 10 കമാൻഡ്മെൻറ്റ്സ് പറഞ്ഞാൽ ഇന്നും അതിൻ്റെ പ്രസക്തിയൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അൺകണ്ടീഷണലാണ്, നിരുപാധികമാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, 1ഉം 2ഉം ദൈവമായ കർത്താവ് ഞാനാകുന്നു പറഞ്ഞിട്ട് ആകാശത്തിലേക്ക് മുമ്മിക്കുമ്പോൾ ഒന്നിൻ്റെ പ്രതിമയുണ്ടാക്കുമെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വിശദീകരണമായിട്ട് കത്തോലിക്കർ കാണുകയാണ്. അപ്പോൾ 1ഉം 2ഉം ഒന്നായിട്ട് ചേർത്തപ്പോൾ അതേസമയത്ത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്നുള്ളത് വസ്തുക്കളോട് ചേർത്ത് പറയുമ്പോൾ വസ്തുക്കളെയും മൃഗങ്ങളെയൊക്കെ വേറൊന്ന് കണ്ടിട്ട് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്ന് പറയുന്ന വ്യത്യസ്തമായ കൽപ്പനയായിട്ട് കാണുക. അപ്പോൾ അവിടെ 10ാം അധ്യായം 10ാമത്തെ കൽപ്പന 2 കൽപ്പനകളായിട്ട് ഇപ്പം 2ഉം 10 തന്നെയാണ്, എങ്കിലും വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ട് 2 കൽപ്പനയായിട്ട് 10ാം കൽപ്പനയെ കത്തോലിക്കർ കാണുന്നു എന്ന്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് കത്തോലിക്കർ ഇങ്ങനെ കൽപ്പനകളെ മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് തെറ്റാണ്. അതായത് 2ഉം വേദപുസ്തകമുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 1ാം പ്രമാണം എന്താ പ്രധാനപ്പെട്ട പറയുന്നത് ദൈവം അരുളി ചെയ്ത വാക്കുകളാണ് ഇവരെന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ദൈവം അരുളി ചെയ്ത വാക്കുകളാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ പട്ടികയ്ക്കുള്ള ശീർഷകമാണ്. സങ്കീർത്തനത്തിൽ പറയുന്നു, 105ാം സങ്കീർത്തനത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ വചനം ആയിരിക്കണം ദൈവജനത്തിൻ്റെ മാർഗദീപമായി നിൽക്കേണ്ടത് എന്ന് സങ്കീർത്തനം 105 പറയുന്നു. ദൈവജനത്തിൻ്റെ മാർഗദീപമായി നിൽക്കേണ്ട ദൈവത്തിൻ്റെ വചനം, ആ വാക്ക് ആയിരിക്കണം. അത് 10 കൽപ്പന ദൈവത്തിൻ്റെ വാക്കാണ്. അപ്പോൾ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് പുറത്തു വന്ന ജനത്തിന് പിന്നീട് സ്വതന്ത്രമായിട്ട് ജീവിക്കണമെങ്കിൽ ഇത് പാലിക്കണം, അല്ലെങ്കിൽ വീണ്ടും അടിമത്തത്തിലേക്ക് പോകും. അതുകൊണ്ട് ഒരു നിർബന്ധിതമായിട്ടുള്ള കാര്യമല്ല, ഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടത്. ഇത് ഓരോ നീ എന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഒരു ഇസ്രായേലിൻ്റെ ദൂതനെ ഒറ്റ വ്യക്തിയായിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുന്ന രീതിയിലാണ് കൽപ്പന ആവിഷ്കരിച്ചിരിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ ഓരോ വ്യക്തിയോടും വ്യക്തിബന്ധത്തിൽ നിന്നുകൊണ്ട് ദൈവം സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് നീ എന്ന് പറയുമ്പോൾ ഇസ്രായേലാണ്, അതേസമയത്ത് ഞാനും നീയും 2 വ്യക്തികളാണ്. ഞാൻ നീ ബന്ധം ദൈവമായിട്ടുള്ളതിനെ ആവിഷ്കരിക്കുന്നു ഈ 10 കൽപ്പനയുടെ. അത് വളരെ ഗൗരവമായിട്ട് കാര്യമാണ്. ദൈവം ഒന്നേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. അത് അരക്കേറ്റ് ഉറപ്പിച്ച് പറയും. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6ാം അധ്യായത്തിൽ പറയുന്ന പോലെ തന്നെ നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും നീ കർത്താവിനെ സ്നേഹിക്കണം എന്നെല്ലാം പറയുന്ന കൽപ്പനകൾ പറയുന്നത്. അതിൻ്റെ അർത്ഥം അത് ഒറ്റ ഒരു ദൈവമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ ദൈവമായ കർത്താവാകുന്നു, ഞാനുള്ള മറ്റൊരു ദൈവം നിനക്കുണ്ടാകാൻ പാടില്ല. ദൈവം ഒന്നേ ഉള്ളൂ. മറ്റുള്ളവയെല്ലാം മിഥ്യയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സങ്കല്പങ്ങളാണ്. അപ്പോൾ 1ാം പ്രമാണം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് മനുഷ്യൻ തൻ്റെ സങ്കല്പങ്ങളോട് സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, അങ്ങനെയാണല്ലോ ദൈവങ്ങളെ മനുഷ്യൻ സൃഷ്ടിച്ചെന്ന് പറയുന്നത് കുറേ ശരിയുണ്ട്. അത് ഏതാണ്? ഈ സങ്കല്പങ്ങൾ രൂപം കൊണ്ട് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളാണ് സങ്കല്പങ്ങളെന്ന് പറയും. അതൊന്നും
പ്രമാണത്തെ ബാധിക്കുന്നതല്ല, അതൊക്കെ ദൈവപ്രമാണത്തിന് എതിരാണ്. അപ്പോൾ ഒന്നാം പ്രമാണത്തിൻ്റെ വിശദീകരണമായിട്ടാണ് ഈ പ്രതിമാ നിർമ്മാണമൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, പാടില്ലെന്ന് പറയും. അത് വളരെ അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ട് കത്തോലിക്കാ സഭയെ വിമർശിക്കുന്ന ആളുകൾ കത്തോലിക്കാ സഭയുടെ ദേവാലയങ്ങളിലേക്ക് വരുമ്പോൾ മാതാവിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റെ രൂപങ്ങൾ കണ്ടുകൊണ്ട് അയ്യോ ഇത് കൽപ്പനയ്ക്ക് വിരുദ്ധമാണെന്ന് ചിന്തിക്കരുത്. അത് കൽപ്പനയ്ക്ക് വിരുദ്ധമല്ല. പുറപ്പാടിൻ്റെ 25:18-21 കൃപാസനത്തിന്മേൽ കെരൂബുകളുടെ പ്രതിമ രൂപീകരിക്കാനായിട്ട് ദൈവം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ പ്രതിമയൊന്നും ഉണ്ടാക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ആരാധിക്കാനായി പ്രതിമകൾ ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞു. ആരാധിക്കാനായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. അല്ലെങ്കിൽ സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം 21:8-9 വാക്യങ്ങളിൽ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞു. പിച്ചള സർപ്പത്തിൻ്റെ രൂപം ഉണ്ടാക്കാനാണ് പറഞ്ഞേ. നിങ്ങൾ ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ മലയുടെ ആ സമീപത്ത് ചെല്ലുമ്പോൾ വലിയ ഒരു പിച്ചള സർപ്പത്തിൻ്റെ ആകൃതി അതിങ്ങനെ പണിത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് അത് ഇങ്ങനെയുള്ള പ്രതിമകളും പ്രതിരൂപങ്ങളും ഉണ്ടാക്കരുതെന്ന് അത് കലയാണ്. അത് ദൈവം നിഷേധിച്ചിട്ടൊന്നുമില്ല. കലകളെ എങ്ങനെ ദൈവം നിഷേധിക്കുന്നു? അത് എത്രമാത്രം സന്ദേശം പുറപ്പെടുവിക്കുന്ന മൈക്കലാഞ്ചലോയുടെ പിയറ്റ എന്ന് പറഞ്ഞ കലാസൃഷ്ടി എന്ന് പറഞ്ഞ ലോക പ്രശസ്തമാണ്. വത്തിക്കാനിലെ ബസിലിക്കായി കടന്നു ചെന്ന കഥ തുറന്നാൽ ആദ്യം കാണുന്നത് പിയറ്റയാണ്. മൈക്കലാഞ്ചലോ പിയറ്റ പ്രാന്തൻ ഒരിക്കൽ കടന്നു ചെന്നിട്ട് അതിൻ്റെ മൂക്ക് ഇടിച്ചു തകർത്തതിൻ്റെ ഫലമായിട്ട് പിന്നെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സിനകത്ത് അത് വെച്ചിരിക്കും. ലോകപ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടിയാണ് മൈക്കലാഞ്ചലോയുടെ. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കലാസൃഷ്ടിയൊന്നും ദൈവം നിരോധിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ദേവാലയങ്ങളിൽ ഇങ്ങനെ തിരുസ്വരൂപങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. അദൃശ്യനായവനെ ദൃശ്യവൽക്കരിക്കുന്ന മാധ്യമങ്ങളത്. കൊളോസ്യാക്കൾക്ക് 1-15 വാക്യത്തിൽ ദൈവം അദൃശ്യനാണെന്ന് പറഞ്ഞില്ലേ? അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടിക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. ദൈവം അദൃശ്യനാണ്. കൊളോസ്യൻസ് 1:15 അല്ലെങ്കിൽ ഫിലിപ്പിയൻ 2:7 തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മനുഷ്യരുടെ സാദൃശ്യത്തിൽ അവനായി തീർന്നത്. അപ്പം മനുഷ്യൻ്റെ സാദൃശ്യത്തിലായിത്തീർന്നു എന്ന് പറയുമ്പോൾ അദൃശ്യനായ ദൈവം രൂപമെടുക്കുന്നതാണ് അവിടെ കാണുക. അതുകൊണ്ട് അത് പ്രമാണലംഘനമായിട്ട് കാര്യമില്ല. പ്രതിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരുസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ തെറ്റാണെന്ന് ആരും പറയേണ്ട കാര്യം. അതേ സമയത്ത് ദൈവമല്ലാത്ത എന്തിനെയെങ്കിലും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ അത് വിഗ്രഹമാണ്. അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറയാം, ധനം അല്ലെങ്കിൽ അധികാരം, അതുമല്ലെങ്കിൽ പ്രത്യേക ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് വേദപുസ്തക ഭാഗങ്ങളുണ്ട്. ധനമോഹത്തെക്കുറിച്ച് വിഗ്രഹം കൊളോസിയൻസ് 3:5 പറയുന്നത് എന്താ? നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗീയത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. കണ്ടോ പറഞ്ഞിരിക്കുന്നു, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. അപ്പോൾ ദ്രവ്യാസക്തിയെ വിഗ്രഹാരാധനയായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എഫേസോസുകാർക്ക് ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല. അവിടെ വിഗ്രഹാരാധന എടുത്ത് പറയുന്നത് കേട്ടില്ലേ? അല്ലെങ്കിൽ മത്തായി 6:24 ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് ഒരേ സമയത്ത് സാധിക്കുകയില്ല എന്ന് പറയുന്നത് കർത്താവിനെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാണും. അപ്പം പിന്നീട് നാം കാണുന്നത് 3-ാം 4 കൽപ്പനകൾ നമ്മൾ എടുത്ത് പറയുമ്പോൾ അത് വളരെ ഗൗരവമായുള്ള സംഗതിയാണ്. എല്ലാവരുടെ ഗൗരവങ്ങളാണ്. ഇപ്പോൾ എന്നെ വെറുക്കുന്നവരെ എന്നൊക്കെ അവിടെ പറയുന്നതിൻ്റെ അർത്ഥം എൻ്റെ കൽപ്പന ധിക്കരിക്കുന്നതിൻ്റെ അർത്ഥത്തിലാണ്. അപ്പോൾ മനുഷ്യന് എപ്പോഴാണ് കുറ്റക്കാരനാണ്? സത്യവും നീതിയും അതുപോലെ തന്നെ സാഹോദര്യവും ഒക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2-ാം പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ നാമം, അത് ഇസ്രായേൽ ദൈവം തമ്മിലുള്ള ആ ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. അത് കർത്താവിൻ്റെ നാമം ദുരുപയോഗിക്കരുത്. വ്യക്തിബന്ധത്തെക്കുറിച്ച് തന്നെ എടുത്തു പറയുന്നത് അത് തോന്നിയവാസം കൈകാര്യം ചെയ്യാൻ പോലെ ആദരവുണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിൻ്റെ നാമത്തെ ആദരവോടുകൂടി വേണം കാണുവാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ യാഹ്വേ എന്ന് പറയാനായിട്ട് അവർക്ക് ആദരവ് കൊണ്ട് ഭയമായിരുന്നു. യാഹ്വേ യാവേന്നു, അതുകൊണ്ട് അവർ അദോണായി എന്ന പദം ഉപയോഗിച്ചു. കണ്ടോ, അത്രയ്ക്കും ഭയങ്കരമായ ആദരവായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്.
അതുകൊണ്ട് വേണം അതിനകത്ത് ആണയിടൽ, ദൈവത്തിൻ്റെ നാമത്തിന് ആണയിടൽ, സത്യം സ്ഥാപിക്കാൻ വേണ്ടി ഒരു ആണയിടൽ, അല്ലെങ്കിൽ തൻ്റെ കള്ളം സ്ഥാപിക്കാൻ വേണ്ടി ഒരു ആണയിടൽ. ഇതൊക്കെ നിരോധിച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ്. ആണ തന്നെ ഇടാൻ പാടില്ല. മത്തായി സുവിശേഷത്തിൻ്റെ 5-33-37 വാക്യങ്ങളിൽ കർത്താവിനെ പറയുന്നു അങ്ങനെ ആണ ഇടാനേ പാടില്ല എന്ന്. അപ്പം അതുകൊണ്ട് പലപ്പോഴും എങ്ങനെയാണ് മാന്ത്രികമായുള്ള ഉപയോഗങ്ങൾ, ദൈവനാമത്തിൻ്റെ ആന്തരികമായ ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ ചിലപ്പോൾ തൻ്റെ ഇഷ്ടം അനുസരിച്ച് ദൈവം പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തിനനുസരിച്ച് നാമോച്ചാരണത്തിലൂടെ ദൈവശക്തിയെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതികൾ കണ്ടുവരാറുണ്ട്. അതൊന്നും അനുവദനീയമായ കാര്യമല്ല. അതുകൊണ്ട് ദൈവനാമം അത് ഏതായാലും, അല്ലെങ്കിൽ ഒന്നുകിൽ ദൈവത്തിൻ്റെ നാമം, അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഏതൊരു വാക്യം, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമം എടുത്ത് ഉച്ചരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ അത്ഭുതം സംഭവിക്കും, താൻ ആഗ്രഹിക്കാൻ നടക്കുക എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കരുത്. അത് ദൈവത്തിൻ്റെ നാമത്തിലെ ആദരവിൻ്റെ ഒരു അഭാവമാണ് അവിടെ എല്ലാം കാണുന്നത്. അപ്പോൾ ദൈവം ഇല്ലാത്തതിന് ദൈവനാമം നൽകാനും പാടില്ല. ദൈവമല്ലാത്തതിനെ നമുക്ക് അതിവർണ്ണന ചെയ്ത് പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് ദൈവദൂഷണം പറയരുത്. ദൈവദൂഷണം എന്ന് പറയുന്നത് അതായത് ദൈവത്തെ ശപിക്കുക, അത് ദൈവദൂഷണമാണ്. അല്ലെങ്കിൽ ദൈവഭക്തരെ പരിഹസിക്കുക, അതൊരു ദൈവദൂഷണമാണ്. അല്ലെങ്കിൽ ദൈവത്തിനായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെയൊക്കെ ആദരവില്ലാതെ കൈകാര്യം ചെയ്യുക. അപ്പം ദൈവദൂഷണം എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമായ കാര്യം. ആദരവില്ലാതെ പെരുമാറുമ്പോൾ, അപ്പം അതുകൊണ്ട് സമ്പത്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിനൊക്കെ അങ്ങോട്ട് ദൈവത്തിന് ആവശ്യമില്ലാത്ത രീതിയിൽ പെരുമാറുന്നു എന്നുള്ളത് അത് വളരെ തെറ്റായ ഒരു കാര്യം. അപ്പം അതുകൊണ്ട് ഈ കൽപ്പനകൾ ഓരോന്നും എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അനുദിന ജീവിതത്തിലെ വളരെ പ്രായോഗികമായ കാര്യങ്ങൾ ആ 10 കൽപ്പന പറഞ്ഞിരിക്കും. അത് ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നമുക്ക് മനസ്സിൽ നന്മയുണ്ടാവും, ശാന്തതയുണ്ടാവും, ഹൃദയത്തിൽ സ്വാതന്ത്ര്യമുണ്ടാവും. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കൽപ്പന പറഞ്ഞില്ലേ, ദൈവനാമം എന്ന് പറഞ്ഞ നമ്മുടെ സംസാരങ്ങളിലൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആദരവ് മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിലുള്ള സംസാര രീതി. പലപ്പോഴും ക്രൈസ്തവ നാമധാരികൾ ഇങ്ങനെ അല്ലാത്ത രീതി സംസാരിക്കുമ്പം ചില യൂട്യൂബ് ചാനലുകളൊക്കെ ശ്രദ്ധിച്ച് അത്ഭുതപ്പെട്ടു. ഇതെങ്ങനെ അനുവാദം കൊടുക്കുന്നത്? ഇതുപോലെ തെറ്റായ പദങ്ങൾ, ചീത്തയായ പദങ്ങൾ, തെറിവിളികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെ ഇതുപോലെ ഒരു പബ്ലിക്കിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ ആർക്ക് അനുവാദം കൊടുക്കും? ഇതൊക്കെ ഒരു അനുവദനീയമായ ഒരു സമൂഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണെന്ന് വേണമെങ്കിൽ പറയാം, ആശയാവിഷ്കാര സ്വാതന്ത്ര്യം. പക്ഷേ ആശയാവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ആദരവും ബഹുമാനവും ഇല്ലാതെ പെരുമാറുന്നത് ശരിയാണോ? അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മളുടെ അത്തരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കേൾക്കുന്ന ആളുകളോട് ആദരവ് ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെ ഫൽസിച്ച് മറ്റുള്ളവരെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചും ഒക്കെ തുടർച്ചയായിട്ട് ശാപവാക്കൾ ഉന്നയിച്ചും അല്ലെങ്കിൽ മോശമായ പദങ്ങൾ ഉപയോഗിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമെന്ന് പറയുന്നത് അത് മനുഷ്യന് യോജിച്ച രീതിയല്ല, മനുഷ്യത്വത്തിന് യോജിച്ച രീതിയല്ല. അത് മനസ്സിലാക്കുകയാണ്. ചിലപ്പോൾ ഈ ചില യൂട്യൂബ് ചാനലിൽ കൂടെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ചിലപ്പോൾ കണ്ണു പൊട്ടത്തക്ക രീതിയിലുള്ള തെറിവിളികൾ ഒക്കെ ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ പ്രമാണത്തിലേക്ക് കിടക്കുമ്പോൾ മൂന്നാമത്തെ പ്രമാണം വളരെ ഗൗരവം നമുക്കറിയാമല്ലോ, ശാപത്തിൻ്റെ ആചരണത്തെക്കുറിച്ചാണ്. അതായത് വാക്കിൻ്റെ അർത്ഥം ശാപത്ത് എന്ന് പറയുന്നത് നിർത്തുക, അല്ലെങ്കിൽ വർജിക്കുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നൊക്കെയാണ്. സ്റ്റോപ്പ്. അപ്പം അതുകൊണ്ട് ഒരു വിശ്രമത്തിന് വേണ്ടി മനുഷ്യൻ്റെ ഈ ശാപത്തിൻ്റെ കൽപ്പന ദൈവം കൊടുത്ത് അവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി കൂടിയാണ്, മാനസികമായ ആരോഗ്യത്തിന് വേണ്ടി കൂടിയാണ്. 6 ദിവസം കഠിനമായിട്ട് അധ്വാനിച്ച് വന്നിട്ടേ നീ ഒരു ദിവസം ശാന്തമായിരുന്നു, ദൈവസന്നിധിയിൽ സ്വസ്ഥമായിരുന്നു, നിൻ്റെ ആത്മാവിന് തണുപ്പുണ്ടായി, നിൻ്റെ ജീവിതത്തെ പടുത്തുയർത്തുന്നതിൻ്റെ ദൈവം നൽകിയ മനോഹരമായ കൽപ്പനയാണ് ശാപത്ത് ആചരിക്കണം എന്നുള്ളത്. അല്ലാതെ അത് ഏതെങ്കിലും നിന്നെ അടിച്ചേൽപ്പിക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ വരുമ്പോൾ ആ ദിനം ദൈവാരാധനയ്ക്കായിട്ടൊക്കെ വിനിയോഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലൂടെ നിത്യത്തിൽ നിർജ്ജരി പൊട്ടിപ്പുറപ്പെടുവിക്കുകയും നിൻ്റെ ആത്മാവിൽ തണുപ്പ് അനുഭവപ്പെടുകയും സന്തോഷമുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് അധ്വാനങ്ങളിൽ വിരമിച്ച് ഒരു ദിവസം ദൈവത്തിനായിട്ട് മാറ്റിവെക്കണം. അത് ആ ദിവസമെല്ലാം മാറ്റിവെക്കാം. 32-2-4 വാക്യങ്ങൾ ദൈവം വിശ്രമിച്ചു എന്ന് പറയും. ദൈവത്തിൻ്റെ വിശ്രമത്തിൽ പങ്കുചേരലാണ് നമ്മുടെ സാപത്ത്. ദൈവത്തിൻ്റെ വിശ്രമത്തിലുള്ള പങ്കുചേരൽ. അപ്പം ആ പങ്കുചേരലിലൂടെ നമ്മൾ സംഭവിക്കുന്നതാണ് നമ്മുടെ ആ ജീവിതത്തിൽ ഒരു ഉണർവും ഉന്മേഷവും വരിക. നിയമാവർത്തനം 5-18-17 വാക്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശാപത്താചരണമൊക്കെ രൂപപ്പെട്ട് വന്നത് ഇത് മനുഷ്യനാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് വേദപുസ്തകം ഉണ്ടാകുന്ന മുമ്പുള്ള ഘട്ടങ്ങളിൽ പ്രീ ഓൾഡ് ടെസ്റ്റമെൻ്റ് പീരീഡിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ജനതയിൽ ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് എന്ന് പറയുന്നത് കാരണം വേറെയായിരുന്നു. കാനാൻകാരിൽ ഇങ്ങനെ ചില പതിവുകൾ ഉണ്ടായിരുന്നു. അവരെന്തായിരുന്നു, അവരെ ദുർദേവതയിൽ നിന്നുള്ള ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഒരു ദിവസം മാറ്റി നിർത്തിയിട്ട് ആ ദുർദേവതയ്ക്ക് ബലി അർപ്പിക്കുമായിരുന്നു.
അതാണ് ശനി എന്ന് പറയാൻ കാരണം. എന്തുകൊണ്ട് ശനി ദശ എന്നൊക്കെ പോലെ അതിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അങ്ങനെ ദുർദേവതയുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ദിവസം പ്രത്യേകമായിട്ട് മനുഷ്യൻ ബലിയർപ്പണം നടത്തിയിരുന്നതാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന ആ രീതി എന്ന് പറയും. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ദുർദേവതയല്ല, ദൈവമാണ്. ശല്യം മാറ്റി നിർത്താനല്ല, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ടുള്ള നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് ഇവിടെ ഭയമല്ല, ഇവിടെ ഉണ്ടാകുന്ന ആഹ്ലാദവും അതുപോലെ തന്നെ ആരാധനയിലുണ്ടാകുന്ന ആനന്ദവും ആ ദിവസം സംഭവിക്കണം. അത് നിത്യജീവൻ പ്രധാനം. എബ്രായക്കാർക്ക് ലേഖനത്തിൽ 4-ാം അധ്യായം 4 തൊട്ട് 10 വാക്യങ്ങളിൽ സാബത്ത് നിത്യജീവൻ്റെ മുന്നാസ്വാദനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാബത്ത് നിത്യജീവൻ്റെ നമുക്ക് ഞായറാഴ്ചയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കാമെന്നൊക്കെ പറയുന്നത് കൽപ്പനയൊന്നുമല്ല, ആരെങ്കിലും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ല. ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തിട്ട് പതിവുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കുകയും മറ്റുള്ളവനേക്കാൾ മെച്ചപ്പെട്ട സമാധാനം ഉണ്ടാവും, ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ ഡബിൾ പേഴ്സണാലിറ്റി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനുഷ്യനെ കാണിക്കാൻ വേണ്ടി പോവുകയും സമൂഹത്തിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി പള്ളിയിൽ പോവുകയും അതേ സമയത്ത് പുറത്തിറങ്ങിയിട്ട് തോന്നി പോലെയുള്ള അധാർമികമായ പ്രവർത്തനം ഏർപ്പെടുകയും ചെയ്യുന്ന ഡൈക്കോട്ടമസ് പേഴ്സണാണ്. അവരെല്ലാം ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ട് നിഷ്കളങ്കമായ രീതിയിൽ ഓരോ ആഴ്ചയിലെയും ഞായറാഴ്ച ബലിയിൽ ആത്മാർത്ഥമായി പങ്കെടുത്തു പോകുന്നൊരു വ്യക്തിക്ക് ആയുസ് കൂടും, ആത്മാവിന് ശക്തിയുണ്ടാവും, മനസ്സിന് സമാധാനം ഉണ്ടാവും, ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ സാപത്തിൽ വിലക്കപ്പെട്ട ജോലികൾ ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായി. അത് ന്യൂ ടെസ്റ്റമെൻ്റ് കാലഘട്ടപ്പെടുത്ത താങ്ങാനാവാത്ത ചുമടായിട്ട് മാറിയപ്പോൾ കർത്താവിനെതിരെ ശബ്ദിച്ചത്. അതുകൊണ്ടാണ് സാപത്ത് ദിനത്ത് രോഗശാന്തി നൽകിയത്, അവരെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ട്. സാപത്തിൽ എങ്ങനെ രോഗശാന്തി നൽകാൻ പറ്റും? അവർ തന്നെ ചോദിച്ചു. ഇപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞാൽ എൻ്റെ ആട് കിണറ്റിൽ പോയി കഴിഞ്ഞാൽ സാപത്ത് വലിച്ചു കയറ്റില്ലേ, അതിൻ്റെ കൈ ശോഷിച്ചവൻ്റെ കൈ സുഖപ്പെടുത്തി കൊടുത്തു. കർത്താവ് പല അത്ഭുതങ്ങൾ സാപത്തിൽ തന്നെയാണ്. മനുഷ്യനിലെല്ലാം ഈ നിയമങ്ങളെല്ലാം വളച്ചൊരിക്കുന്നുണ്ടല്ലേ. ഈ 10 കൽപ്പനകൾ അങ്ങ് വിപുലീകരിച്ച് 618 കൽപ്പനകൾ നിയമങ്ങളൊക്കെ മാറ്റി. 618. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ കാലഘട്ടം ആയപ്പോഴേക്കും ഭയങ്കരമായ രീതിയിൽ ആ ഭാരം മനുഷ്യന് സാധാരണക്ക് അനുഭവപ്പെട്ട് അത് വലിയ ചുമടായിട്ട് തീർന്നു. അപ്പോൾ വളരെ കഠിനമായപ്പോഴാണ് ഈശോ അതിനെ ശക്തമായിട്ട് എതിർക്കാനുള്ളതുണ്ടായി. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലും ആരാധനയിലും പങ്കുചേരുന്നവർ വലിയ പേടിപ്പിക്കുന്ന കൽപ്പനയൊന്നുമില്ല. നമ്മൾ ആചരിക്കും. അന്നത്തെ കാലത്ത് ശനിയായിരുന്നു അവരുടെ സാപത്തെങ്കിൽ. പ്രിയോൾ ടെസ്റ്റ്മെന്റ് വീട്ടിലാണ് യഹൂദനും ശനിയാഴ്ച തന്നെയാണ് സാപത്ത്. നമ്മെ സംബന്ധിച്ച് ഞായറാഴ്ചയാണ്, കാരണം അത് കർത്താവിൻ്റെ ദിനമാണ്. ദിയസ് ഡൊമിനിക്ക, കർത്താവിൻ്റെ ദിനം. ആ ദിനം ഈശോയുടെ ഉയർപ്പിൻ്റെ അനുഭവമാണ്. ഈശോയെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് അവിടത്തോടൊപ്പമായിരിക്കുന്ന മനോഹരമായ ദിനമാണ് ഞായറാഴ്ച എന്ന് പറയുന്നത്. അത് ക്രൈസ്തവികതയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ക്രൈസ്തവികതയുടെ മർമ്മമായ ഞായറാഴ്ച ആരാധനയെ തകർക്കാൻ നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ അങ്ങേറ്റം പരിശ്രമിക്കുന്നു. അതുപോലെ ഞായറാഴ്ചകളെ കൊണ്ട് വയ്ക്കുന്ന എന്താ മത്സര പരീക്ഷകൾ. ഞായറാഴ്ചയിൽ പറ്റുമെന്നുണ്ടെങ്കിൽ അതുകൂടെ വർക്കിംഗ് ഡേ ആക്കി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. നമുക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അവകാശമാണ് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള ആ വലിയതായിട്ടുള്ള ഭരണഘടന നൽകിയിരിക്കുന്ന ആനുകൂല്യം എന്ന് പറയും. അതിനനുസൃതമായിട്ടാണ് ഞായറാഴ്ച ആരാധനവും. അതിനെതിരെ പോകുന്ന ഏതൊരു നിയമം ഉണ്ടായി തന്നെ അതിനെ നമ്മൾ തിരിച്ച് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടത്. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സംഗതി. അപ്പോൾ ഞായറാഴ്ച ആരാധന എന്ന് പറയുന്നത് ദൈവകൽപ്പനയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലിരിക്കട്ടെ. ദൈവത്തിൻ്റെ കൽപ്പന. പള്ളിയിൽ പോയില്ലല്ലോ എന്നാ കുഴപ്പം. ഇങ്ങനെയൊക്കെ യുക്തി മുട്ടായിട്ടൊക്കെ പറയാനായിട്ട് എളുപ്പമാണ്. ദൈവം എല്ലായിടത്തും ഇല്ല, പിന്നെ എന്താ ഞാനിപ്പോൾ അങ്ങോട്ട് പോകും, നമുക്ക് അങ്ങനെയും പറയാൻ എളുപ്പമാണ്. വെള്ളം എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെ എന്താ നമ്മൾ കിണർ കുഴിക്കുന്നേ? അതുകൊണ്ട് ദൈവം എല്ലായിടത്തും ഇല്ല എന്നുള്ള ചോദ്യമൊക്കെ യുക്തിക്ക് ചേർന്നൊന്നുമല്ല. മനുഷ്യന് പ്രാർത്ഥന നിർഭരമായ അന്തരീക്ഷം ലഭ്യമാകുന്ന സ്ഥലം ദേവാലയം. അവിടെ അർപ്പിക്കപ്പെടുന്ന ബലി എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രമീകൃതമായ കാര്യം. അത് സഭയുടെ തലവൻ ആശീർവദിച്ച് തന്നിരിക്കുന്ന കുർബാനക്രമമാണ്. അതിൽ പങ്കുചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്. ദൈവികമായ അത്ഭുതകരമായ കൃപയുടെ ഒഴുക്ക് അവിടെയുണ്ട്. തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ട. നമ്മൾ 4-ാം പ്രമാണത്തിലേക്ക് വരുമ്പോൾ നോക്കിക്കേ, അത് പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരേ ഒരു കൽപ്പനയാണ്. നല്ല കാലത്തോളം ഭൂമിയിൽ ഇരിപ്പാൻ. പ്രതിഫലം തന്നെ അവിടെ തന്നെ തന്നിരിക്കാം. മാതാപിതാക്കളെ വാസ്തവത്തിൽ അത് സ്നേഹിക്കുകയും ആദരിക്കുകയും ഇത് എടുത്തെടുത്ത് പറയേണ്ട ഒരു കാലമാണ് കേട്ടോ ഇതെന്ന്. പണ്ട് കാലങ്ങളിൽ മരണം വരെയും പൂർവികർക്ക് അല്ലെങ്കിൽ പ്രായമായവരുടെ അധികാരം കുടുംബത്തിൽ നിന്നിരുന്നു. ഇന്നിപ്പോൾ എന്താണ് പറയേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയാ നന്നായിട്ട് അമ്മായിട്ട് അപ്പനെ അംഗീകരിക്കുകയും അമ്മയെ അംഗീകരിക്കുകയും കുടുംബങ്ങളുണ്ട്, ഇല്ലെന്നല്ല പറയും. അവിടെ അതിനുള്ള ഐശ്വര്യമുണ്ട്,
അവസാന നിമിഷം വരെയും അവരെ ശ്രദ്ധാപൂർവം പരിചരിച്ചിട്ട് കൃത്യമായിട്ട് ദൈവത്തിന് മുമ്പ് നിൽക്കുന്ന പോലെ കൈയൊപ്പിന് ഈ അപ്പനോട് ഈ അമ്മയെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വ്യാപരിക്കുന്ന മക്കളുള്ള കുടുംബങ്ങൾ ധാരാളമുണ്ട്. അവിടെ നാം കാണുന്നു വ്യത്യസ്തങ്ങളായ അനുഗ്രഹത്തിൻ്റെ ഭയങ്കരമായ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പുറപ്പാടിന് 21:17 പറഞ്ഞു, പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവനെ വധിക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുക അത് കഠിനമായ ശിക്ഷയാണ്. അതായത് പിതാവിനെയോ മാതാവിനെയോ ശപിക്കാൻ പാടില്ല. ലേവ്യരുടെ പുസ്തകത്തിന് 20-9 പറയുന്നു, പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ അവൻ്റെ രക്തം അവനെ തന്നെ പരിക്കട്ടെ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഗട്ടിയായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭയിലും പേരൂന്നി കിടക്കുന്ന ഒരു വലിയ വികാരമാണ് അപ്പനോടും അമ്മയോടുള്ള വിധേയത്വം എന്ന് പറയുന്നത്. കാണപ്പെട്ട ദൈവങ്ങളെല്ലാം പറഞ്ഞു വെച്ചിരിക്കും. നമ്മുടെ മക്കളോടൊന്നും പറഞ്ഞ് പഠിപ്പിക്കുമോ? വീട്ടിൽ തന്നെയെങ്കിലും പരസ്പരം ഇങ്ങനെ ഭാര്യാഭർത്താക്കന്മാരെ വഴക്കുണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് അപ്പനെയൊക്കെ താഴ്ത്തേക്ക് കെട്ടി അമ്മ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ മുമ്പ് വെച്ച് അമ്മയെ താഴ്ത്തേക്ക് കെട്ടി അപ്പൻ സംസാരിക്കുമ്പോൾ തകർന്നു പോകുന്നത് ഈ കൽപ്പനയാണെന്ന കാര്യം ഓർക്കണം. കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലെ ആ ദൈവികമായിട്ടുള്ള മനോഭാവം താഴെ വീണ് ഉടഞ്ഞു പോവുക. മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കരുത്. മക്കളുടെ മുമ്പിൽ വെച്ച് വളരെ മോശമായ ഈ വർത്തമാനം പറയരുത്. മക്കളുടെ മുമ്പിൽ വെച്ച് അവരുടെ അമ്മയാണ് അമ്മ എന്ന് പറഞ്ഞ ഒരു വികാരമല്ലേ, ഊഷ്മളതയല്ലേ? അല്ലേ? അതല്ലേ അപ്പന് ആവശ്യമാണെങ്കിൽ അമ്മ ഒരു ഊഷ്മളമായ വികാരമാണ്. ആ അമ്മയെ മക്കളുടെ മുമ്പിൽ വെച്ച് ചീത്തവാക്ക് ഉപയോഗിച്ച് സംസാരിച്ചാൽ അപ്പ തെറ്റാ ചെയ്യുന്ന പാടില്ല. അമ്മ എന്ന് പറഞ്ഞാൽ വളരെ വിലയുള്ള വ്യക്തിത്വമാതെ അത് നമ്മൾ ആദരിച്ച് കാണിക്കേണ്ട മാതാപിതാക്കൾ തന്നെയാണ്. പണ്ട് അങ്ങനെയായിരുന്നില്ലേ? അപ്പനെ പേര് പോലും വിളിച്ചിരുന്നില്ലല്ലോ നമ്മുടെ കുടുംബങ്ങളിലെ അപ്പന്മാർ അമ്മമാർ. അതുപോലെ എന്തൊരു ആദരവോടെ പെരുമാറിയിരുന്നു. അത് മക്കളപ്പനും കണ്ടുപഠിക്കും, മക്കളത് ഉണ്ടാകും. അത്രയ്ക്ക് ബഹുമാനം ആ അമ്മയ്ക്ക് അപ്പനോടെന്നുള്ള മക്കൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ അപ്പൻ ശിക്ഷിക്കുമ്പോൾ അമ്മ കയറി ഇടപെട്ട് അതിനെതിരായിട്ട് ശിക്ഷിക്കുന്നതിന് എതിരായിട്ട് സംസാരിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് സുഭാഷിതത്തിൽ പറയുന്നു 20:20 സുഭാഷിതം 20:20 പറയുന്നു, അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുമെന്നാണ് പറയുന്നത്. കേട്ടോ, അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ ശപിക്കുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. അപ്പോൾ അവൻ്റെ ജീവിത പ്രകാശം തന്നെ പോയി. നമ്മുടെ വീട്ടിൽ അപ്പൻ ഇരിക്കുന്ന ഒരു പ്രകാശമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ധൈര്യം കിട്ടും. അപ്പൻ മേലെന്നേ ഇപ്പം പ്രായമായി, ഇപ്പം അധ്വാനിക്കാൻ പറ്റില്ല, പക്ഷെ അത് മതി. എന്നാൽ അപ്പൻ കട്ടിലിൽ ഇരുന്നാൽ മതി. അവിടെ ഇവിടെയെല്ലാം പോയി ചേർന്ന് അപ്പൻ്റെ അടുത്തുനിന്ന് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ വലിയ ഭയങ്കരമായ ഭാരം മഞ്ഞുകെട്ട് ഉരുകി അങ്ങ് പോവില്ലേ? അങ്ങനെയല്ലേ നമ്മൾ കുടുംബത്തിനെ ആ മൂല്യം സംരക്ഷിക്കേണ്ടത്. സുഭാഷിതം 30:17 പറയുന്നു, പിതാവിനെ പരിഹസിക്കുകയോ അമ്മയെ അപമാനിക്കുകയോ, നോക്കണേ, പിതാവിനെ പരിഹസിക്കുകയോ അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയോ ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക് കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. ഇതിപ്പോലും എന്താ പറയാനിരിക്കും? പിതാവിനെ പരിഹസിക്കുകയോ അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയോ ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക് കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നതേ ഒന്ന് എടുത്ത് നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു വചനമല്ലേ അത്. പ്രഭാഷകൻ പറയുന്നു 23:16 പിതാവിനെ ബഹുമാനിക്കുന്ന ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. അല്ലേ? അത് കർത്താവിനെ അനുസരിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് അമ്മയെ സന്തോഷിപ്പിക്കുക. പ്രായമാകുമ്പോൾ അമ്മയ്ക്ക് ഈ മക്കളെ സാമീപ്യം ആവശ്യമാണെന്നേ, അടുത്തു പോയി ഇരിക്കുന്ന വാത്സല്യം ആവശ്യമാണെന്നേ. വാത്സല്യം തന്നു വളർത്തിയില്ലേ മക്കളെ? അവരെ രണ്ടോട് ചേർത്ത് ആ ഉമ്മ നൽകി, ചുംബനം നൽകി വാത്സല്യം ഇവരും കൊണ്ടു വളർത്തിയില്ലേ? ഈ വാത്സല്യം അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കണമെന്നേ. പ്രായമായി കഴിഞ്ഞ് അമ്മയ്ക്ക് മേലാത്ത അവസരത്തിൽ പ്രായമുള്ള ആ മകൻ അവിടെ പോയി അടുത്ത് പോയിരുന്ന് അമ്മയുടെ ആ വാത്സല്യം തിരിച്ചു കൊടുക്കാൻ നമുക്ക് കടമയില്ലേ? അമ്മയുടെ ആ സമീപത്ത് പോയിരുന്ന് അത് എന്തൊരു സന്തോഷമായിരിക്കും, മനസ്സിനെന്ത് സന്തോഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ ബഹുമാനിക വാക്ക് ഉപയോഗിച്ചത് കാബദ് എന്ന് പറയും. ഭാബദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭാരമുള്ളതെന്നൊരു അർത്ഥം. അതായത് അധികാരത്തെ അംഗീകരിക്കുക എന്നുള്ളത് ചില ഭാരമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് മരണം വരെയാണ്. നോക്കണേ, അന്ന് അധികാരമുണ്ടായിരുന്നു മാതാപിതാക്കൾക്ക് മരണം വരെയും. അതുകൊണ്ട് വളരെ ഗൗരവമായിരുന്നു. 4-ാം പ്രമാണത്തെ കാണുന്നത് ഒരുപാട് നമുക്ക് വിശദീകരിക്കാം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ. അത് നമ്മൾ കുടുംബത്തിനെ തകർത്ത് കളയരുത്. മാതാപിതാക്കൾ തന്നെ തകർത്ത് കളയാൻ പാടില്ല. ആദരിക്കേണ്ട അപ്പനെ ആദരിക്കാൻ അമ്മ പഠിപ്പിക്കണം. സ്നേഹിക്കേണ്ട അമ്മയെ സ്നേഹിക്കാൻ അപ്പൻ പഠിപ്പിക്കണം. പിന്നെ അഭിപ്രായ വ്യത്യാസം അപ്പനും അമ്മയും ഉണ്ടാകുന്ന സ്വാഭാവികമില്ലേ? ഭാര്യാഭർത്താക്കന്മാർ അത് മക്കളുടെ മുമ്പിൽ വേണ്ടല്ലോ.
എന്തുമാത്രം സമയങ്ങളുണ്ട്. ആ സമയത്ത് പരസ്പരം പറഞ്ഞാൽ പോരെ. മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്കുണ്ടാക്കുക, ചീത്ത വാക്കുകൾ പറയുക, താഴ്ത്തി കെട്ടുക, ഭയങ്കരമായ തെറ്റാതെ വളരെ മോശമായി അതിനപ്പുറത്തോടെ തന്നെ അമ്മയെ ഇറക്കി വിടുക. എന്നതൊരു വിറങ്ങിയിരിക്കില്ലേ അവിടെ കണ്ടു നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സെങ്ങനെയിരിക്കും? അവരുടെ പ്രിയപ്പെട്ട അമ്മയെ അപ്പനെ ഇതുപോലെ തല്ലി ചതച്ച് പുറത്തിറക്കി വിടുന്നതൊക്കെ പറയുമ്പോഴേ എന്ത് ക്രൂരതയാണ് അങ്ങനെ ഉണ്ടാകുന്നുണ്ടല്ലോ. അമ്മയെ അടിച്ചാൽ അമ്മയ്ക്കിട്ട് അതിൻ്റെ ഇന്നത്തെ കട്ടിയായ രീതിയിൽ ഉപദ്രവിച്ച അപ്പ ഒന്ന് കാര്യം ഓർത്തോണം, നോക്കി നിൽക്കുന്ന കൊച്ചെ നിന്റെ ഉള്ളുകൊണ്ട് നിന്നെ വെറുക്കും, ഒന്നും സംശയമില്ല. അപ്പം അതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ അപ്പനുള്ള വെറുപ്പുണ്ടാകാൻ പാടില്ല. അപ്പനോടുള്ള വെറുപ്പ് മാറിയിട്ട് സ്നേഹമാണെങ്കിൽ അവൻ്റെ അമ്മയെ ബഹുമാനിക്കണം, അവൻ്റെ അമ്മയെ ആദരിക്കണം, എന്നാൽ സന്തോഷമായിരിക്കും അങ്ങനെ. അപ്പം അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളിനകത്ത് ഇന്നത്തെ കാലത്ത് വഴിതെറ്റിപ്പോയി. ചുമ്മാ കള്ള് കുടിച്ച് വെള്ളമടിച്ച് വീട്ടിലേക്ക് ലക്കില്ലാതെ കടന്നു വന്നിട്ട് നേരെ കയറി അമ്മയെ മർദ്ദിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഹൃദയം എങ്ങനെ എപ്പെട്ടപ്പോയി എങ്ങനെയാ മക്കൾ വസ്തുത സമാധാനത്തിൽ വരും? എന്നിട്ട് ഈ അപ്പന്മാരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നമ്മുടെ മക്കൾ. ഇതൊക്കെയായിട്ടും അപ്പ എന്ന് പറയുമ്പോൾ വികാരതകളിതായി സ്നേഹപൂർവ്വം പെരുമാറുന്നില്ല നമ്മുടെ മക്കൾ. അതൊരു പാരമ്പര്യത്തിൻ്റെ ഫലമാണ് കേട്ടോ, നിങ്ങൾ നന്ദിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ മോശക്കാരാകരുത് എന്നുള്ള ചിന്ത തീരുമാനം. 5ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതായത് 4 പറഞ്ഞത്, 5ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? അത് ഇനി പിന്നെ പറയുന്നതൊക്കെ അരുതുകളാണ്. ഇതുവരെ പോസിറ്റീവായിരുന്നുവെങ്കിൽ ഇനി പറഞ്ഞതൊക്കെ അരുതുകളാണ്. കൊല്ലരുത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിക്കുക. സ്വാഭാവിക നിയമങ്ങളാണ്. ജീവൻ്റെ സംരക്ഷണമാണ് കൊല്ല അരുത് എന്ന് പറയുന്നത്, കൊല്ലരുതെന്ന് പറയുന്നത്. അതായത് നീ കൊല്ലരുത്. ഒരു കുറ്റവാളി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ അത് ഇതിൽ പെടുകയില്ല. അല്ലെങ്കിൽ യുദ്ധം അനൗൺസ് ചെയ്തിട്ട് ഔദ്യോഗികമായി യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് ശത്രുവിനെ കൊന്നാൽ അത് ഇതിൽ പെടുന്ന കാര്യമല്ല. അല്ലാതെ നിന്റെ വ്യക്തിവിദ്വേഷം കൊണ്ട് അല്ലെങ്കിൽ നിന്റെ പ്രതികാര ബുദ്ധി കൊണ്ട് നിന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലാൻ പാടില്ല. ഗൗരവമായ തെറ്റാണ് അത്, കായൻ്റെ തെറ്റാണ്, അത് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ പെടുന്നത് തന്നെ ഈ ഭ്രൂണഹത്യയും കാരുണ്യവധവും ഒക്കെ. അപ്പോൾ പറ്റുന്നിടത്തോളം കഴിയുന്ന സഹായം ചെയ്യാനായിട്ട് നാം ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ മറ്റൊന്നുകൂടിയുണ്ട്, കഴിയുന്ന സഹായം ചെയ്യാതിരുന്നത് കൊണ്ട് ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കുകയാണെങ്കിൽ കൊലപാതക തുല്യമാണ്. യൂറോപ്യൻ നാടുകൾ അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരു വ്യക്തിക്ക് പോയി അപകടമുണ്ടായി, ബൈക്ക് അപകടമുണ്ടായി, അത് വണ്ടിയിൽ നിന്ന് തുരച്ച് നാട് കിടക്കുക. അപ്പം നമ്മൾ പെട്ടെന്ന് കണ്ടു, അയ്യോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കില്ല, അതുകൊണ്ട് പെട്ടെന്ന് വണ്ടി വിട്ട് പോയാൽ ഈ വ്യക്തി ആശുപത്രി സമയത്ത് ചെലുത്താതെ മരിച്ചു പോയെങ്കിൽ നീ കൊലപാതകയായിട്ട് മാറുകയാണ്. അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ, ക്രൈസ്തവ രാജ്യങ്ങളുടെ നിയമമാണ്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ, ചെയ്യാൻ ചെയ്യാതിരുന്നതിൻ്റെ പരിണിതഫലമായി ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ നാം കൊലപാതകയായിട്ട് മാറുന്നു എന്ന കാര്യം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ കൊല്ലരുത്. രണ്ടാമത് പറയുന്നത് വ്യഭിചാരം ചെയ്യരുത്. ഇവിടെയാണ് 6ാം പ്രമാണം വരുന്നത്. അതിലേന്ന് മാധ്യമങ്ങൾ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ തന്നെയല്ലേ, വ്യഭിചാരത്തിൻ്റെ കഥകളല്ലേ, ലൈംഗിക ശുദ്ധിക്ക് വിരുദ്ധമായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് ഇടതടവ് ഇങ്ങനെ വന്ന് ഇത് എവിടെ നിന്നാണ്? നമ്മുടെ മൊബൈലിലൂടെയും ബ്ലൂ ഫിലിമിലൂടെയും ഇതെല്ലാം തുടർച്ചയായിട്ട് വന്ന് മനുഷ്യൻ്റെ കണ്ണുകൾ അന്ധമായി വികാരത്തിന് അടിമയായി എവിടെ ആന്തരിക പ്രകാശം നഷ്ടപ്പെട്ട് കൂരിട്ട് കഴിയുന്ന ജീവിതാവസ്ഥയായി തീർന്നിട്ടില്ലേ നമ്മുടെ സമൂഹം. അതുകൊണ്ട് വ്യഭിചാരം ചെയ്തതെന്ന് പറയുന്ന കൽപ്പന എന്നും നിലനിൽക്കുന്നതാണ്. പിന്നെ സിനിമാ തലങ്ങളിൽ കാണുന്നതൊക്കെ അതൊക്കെ അവരെ നമുക്ക് മാറ്റി നിർത്തേണ്ട. അത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു ക്രോസ് സെക്ഷനാണ്. അവർ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ലൈംഗിക അധപ്പതനത്തിൻ്റെ പ്രതിഫലനമാണ്. അന്ന് സ്വതന്ത്രമാരായുടെ അതേ പാപം തന്നെയാണ് ഈ സംഗതി നിലനിൽക്കുന്ന മനുഷ്യൻ്റെ പ്രകൃതത്തിൽ നിന്ന് വരുന്ന. അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഏത് വിധത്തിലാണ് കാണുന്നത് എന്നുള്ള കാര്യം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് വ്യഭിചാരം പാടില്ല. ഒരുപാട് വഴിതെറ്റുകൾ, പ്രത്യേകിച്ച് ധാരാളം വഴിതെറ്റുകൾ ഈ രംഗത്ത് നടക്കുന്നുണ്ടെന്നുള്ളത് പലർക്കും നന്നായിട്ടറിയാം. അതായത് ഭർത്താവ് ഗൾഫിലാണ്, ഇവിടെ ഭാര്യ തനിച്ചുണ്ട്, പിള്ളേരൊക്കെയാണ്. അതിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഭാര്യ തനിച്ചാണുള്ള ശാരീരിക ആവശ്യങ്ങൾക്ക് ഭർത്താവിന് സാന്നിധ്യമില്ല. അതുകൊണ്ട് വഴിതെറ്റിപ്പോകാം എന്നൊക്കെ ഒന്ന് പറയുന്ന തെറ്റാ സഹോദരി, ഒക്കെ തെറ്റ് തന്നെ എല്ലാ കാലത്തും മനസ്സാക്ഷിക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഭർത്താവ് രാവിലെ പണിക്കല്ല ബിസിനസ്സിന് പോയി കഴിയുമ്പോൾ മക്കളെ പള്ളിക്കൂടത്തിൽ പോയി കഴിയുമ്പോഴത്തേക്കും അല്ലാത്തവനുമായിട്ട് ഇങ്ങനെ ഈ ചാറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന വഴിതെറ്റിലുണ്ടാകുന്നു. അങ്ങനെ പോകാൻ പാടുള്ളതല്ല. നിനക്ക് നിൻ്റെ ഭർത്താവിനുള്ള ബന്ധം മരണം വരെ പിരിഞ്ഞു പോരാത്ത ഒരു ദൈവം നിശ്ചയിച്ച് തന്നിരിക്കുന്നതാണ്. അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഭർത്താവ് അറിയാത്തൊരു ബന്ധത്തിൽ ചെന്ന് യാറാ എന്തെല്ലാം കലഹങ്ങളാണ് കുടുംബങ്ങൾ നടക്കുന്നത്.
ഈ മൊബൈൽ ഫോണുകളിൽ ചാറ്റിങ്ങിന് അവസാനം ചാറ്റിങ് ഡിലീറ്റ് ചെയ്ത് പിന്നെ പിക്കപ്പ് ചെയ്തും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് ഭർത്താവിൻ്റെ കാര്യങ്ങളിലോ ഭർത്താവിൻ്റെ ഫോൺ എടുത്ത് നോക്കിയാലോ ഭർത്താവ് അറിയാതെ തന്നെ കണ്ടുവച്ചിരിക്കുന്ന മറ്റ് അവര സ്ത്രീകൾ നഗ്നചിത്രങ്ങൾ ഉൾപ്പെടുന്ന ആ മൊബൈൽ ഫോണൊക്കെ ഭാര്യ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിപ്ലവവും ബഹളവും എന്ത് ഭയങ്കരം നരകം സൃഷ്ടിക്കല്ലേ കുടുംബത്തെ. ഭർത്താക്കന്മാർ വിചാരിക്കണ്ടേ? ഈ സിനിമയുടെ സ്വാധീനമല്ലേ ഇതൊക്കെ? സിനിമയിൽ കാണുന്ന ഈ ആൾക്കാരെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഇതൊക്കെ അവർ പണ്ടേ ചെയ്തുകൊണ്ടിരുന്നതെന്നല്ലേ പറയുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുടുംബത്തിൽ അനുവർത്തിക്കാൻ പാടുണ്ടോ? ആ അനുവർത്തിച്ചാലുണ്ടാകുന്ന ദോഷം എന്ത് ഭയങ്കരമാണ്. കുടുംബം കലക്കി നശിപ്പിച്ച് നരകമാക്കി കിട്ടാൻ കുഞ്ഞുങ്ങളെ ഭാവി പോയില്ലേ. എത്ര ഗൗരവമായിട്ടെടുക്കുന്ന സംഗതിയാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിന് വിശുദ്ധി അത് സംരക്ഷിക്കും എന്ന് തീരുമാനിക്കാൻ ഓരോ ഭർത്താവിനും ഒരു ഭാര്യയ്ക്കും കഴിയേണ്ടതാണ്. അതുകൊണ്ട് വ്യഭിചാരം കുടുംബ ഭദ്രയ്ക്ക് തുരങ്കം വയ്ക്കുന്നതാണെന്ന കാര്യമാണ്. കുടുംബ ഭദ്രയ്ക്ക് തുരങ്കം ഒരു നൈമിഷികമായ സുഖത്തിന് വേണ്ടിയിട്ട് അയൽക്കാരനുമായിട്ട് ഭർത്താവ് അറിയാതെ ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഭാര്യ അറിയാതെ അയൽക്കാരി ബന്ധം അല്ലെങ്കിൽ അയൽക്കാരി അല്ലാത്ത സ്വയം ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ കുടുംബ ഭദ്രതയെ തകർക്കുകയാണെന്നുള്ള സത്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് വയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് മനുഷ്യൻ ബലഹീനാന്ന് പറഞ്ഞിട്ടൊക്കെ ന്യായീകരണം കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. തെറ്റൊന്നും തെറ്റ് തന്നെയാണ്. അപ്പം തെറ്റ് തന്നെ മനസ്തപിച്ച് പശ്ചാത്തപിച്ച് തിരിച്ചു വന്ന് അനുദപിച്ച് കുമ്പസാരിച്ച് കൃപ വാങ്ങിച്ചെടുത്തിട്ട് ഇങ്ങനെയുള്ള സാഹചര്യം അതിജീവിക്കാൻ കഴിയണം. പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും അങ്ങനെ പ്രലോഭനകൻ മാടി വിളിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഒന്നും നീതീകരിക്കാനൊന്നും തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് ഈ കൃപ വിശുദ്ധ കുർബാനയിലും അതുപോലെ സഭയുടെ കൂടാശം നിക്ഷേപിച്ചിട്ടുണ്ട്. നിനക്ക് വന്നിരിക്കുന്ന രോഗത്തിന് മരുന്ന് കഴിക്കണമെന്ന്. ഇത് രോഗമാണ്, അതിന് മരുന്ന് കഴിക്കണം. ആ മരുന്ന് ഇവിടെ സമയം വെച്ചിട്ടുണ്ട്. മരുന്ന് കൊണ്ട് മേടിച്ച് വെച്ചിട്ട് സമയത്ത് കഴിച്ചിരിക്കുന്ന പ്രയോജനം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു, മരുന്ന് മേടിക്കുകയും ചെയ്തു, മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കൃത്യം ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ ഉച്ചയ്ക്കും സമയത്തും അത് പറഞ്ഞ സമയം പോലെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ പ്രയോജനം ഉണ്ടാവില്ലല്ലോ. സഭയിൽ ധാർമ്മിക അധപ്പതനത്തിലുള്ള മരുന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്. കർത്താവ് നിക്ഷേപിച്ചിരിക്കും. അതെടുത്ത് വിനിയോഗിച്ച് കഴിയുമ്പോൾ നിൻ്റെ ഈ അതിഭയങ്കരമായ രോഗത്തെ തീർച്ചയായിട്ടും അത് ഈ പരിധിവിട്ട പോക്കിനെ നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് കർത്താവ് തന്നെ എപ്പോഴും പറയുകയാണ്, അതിനകത്ത് വളരെ ഗൗരവമായിട്ടത് പറയാം. ജീവിതത്തിൻ്റെ ആ അശുദ്ധി ആഗ്രഹങ്ങൾ മത്തായിയുടെ സുവിശേഷം 5:29 വാക്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അനേക നിയമങ്ങൾ, പ്രത്യേകിച്ച് ലേവിയരുടെ പുസ്തകത്തിന് 18-ാം അധ്യായം എടുത്ത് വായിച്ച് നോക്കിക്കോ. അത് മുഴുവൻ അത് തന്നെയാണ്. ലേവായുടെ പുസ്തകത്തിൻ്റെ 18-ാം അധ്യായം. അന്ന് അക്കാലത്ത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ദൈവിക വെളിപാടുകൾ നൽകപ്പെട്ട ആ നിയമങ്ങൾ ഇന്നും പ്രസക്തമല്ലേ നോക്ക്. ഒന്നുകൂടെ ഞാൻ പറയുക, ലേവിയുടെ പുസ്തകം 18-ാം അധ്യായം ഒന്നെടുത്ത് വായിച്ചു നോക്ക്. അന്ന് അത്ര കർക്കശമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇന്നും പ്രസക്തമല്ലേ എന്ന്. അപ്പോൾ വ്യഭിചാരം ചെയ്തതിനെ മോഷ്ടിക്കരുത്. എന്താ മോഷ്ടിക്കരുതെന്ന് പറയാൻ കാര്യം? അതായത് വസ്തുക്കൾ സംലഭ്യത എല്ലാവർക്കും ആവശ്യമാണെന്നുള്ളതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവായിട്ട് പറഞ്ഞത്. അതായത് മറ്റുള്ളവന് ജീവിക്കണ്ടേ, അപ്പോൾ അതിൻ്റെതായ മോഷ്ടിച്ചെടുക്കാൻ പറ്റും. പരിധിയില്ലാത്ത അതുകൊണ്ട് പരിധിയില്ലാത്തത് സ്വത്ത് സമ്പാദനമൊന്നും സഭ അംഗീകരിക്കുന്നില്ല, ബൈബിളും അംഗീകരിക്കുന്നില്ല. അത് കർത്താവിനെ പറയുന്നത് എന്താണ്? നിൻ്റേതൊന്നുമല്ല, നീ വെറും സൂക്ഷിപ്പുകാരനാണ്, ഭൂമി എൻ്റേതാണ്, നിങ്ങൾ പരദേശികളാണ്, കുടികിടപ്പുകാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേവിയുടെ പുസ്തകത്തിന് 25-21 പറയുന്ന ഭൂമി എൻ്റേതാ കർത്താവ് പറയുന്നത്, നീ കുടികിടപ്പുകാരനാ. അതുകൊണ്ട് നീ ഇതെല്ലാം വലിച്ചു വാരി കൂട്ടിയിട്ട് എല്ലാവരും സമ്പന്നനായിട്ടിരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി നീ അധികാലം നിൽക്കുകയൊന്നുമില്ല, തകർന്നു പോകും. വലിയ ധനവന്മാരൊക്കെ പൊട്ടിപ്പോയത് കണ്ടില്ലേ? തകർന്ന് തരിപ്പണമായിപ്പോവും. അതുകൊണ്ട് ഒരു സംശയമില്ല. അതുകൊണ്ട് ഇവരും സൂക്ഷിപ്പുകാരൻ മാത്രം. അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത് എന്താണ്? അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ ജനമധ്യത്തിൽ കൂടെ കൊണ്ടുപോകണം, അതിനെ പഞ്ചത്തിലെ അത് മൂടിക്കൊണ്ടു പോകാൻ പാടില്ല, തൻ്റെ 2 കൈകളും പുറത്തേക്ക് ഇട്ടിരിക്കണം. എന്തെന്നാൽ ഞാൻ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ജനം അറിയാൻ. ഇതെല്ലാം നമ്മുടെ ജീവിതം. നമ്മളിവിടുന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ സമ്പന്നമായ ആൾക്കാർ ഓർക്കണം, നമ്മളാരും ഇവിടുന്ന് ഒന്നും കൊണ്ടുപോവുകയില്ല. അതുകൊണ്ടാണ് ഈ മോഷ്ടിക്കരുത് എന്ന് പറയുന്ന സംഗതി. ആ മറ്റുള്ള വസ്തുക്കൾ മാത്രമല്ല, മനുഷ്യരെ മോഷ്ടിക്കുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ട്? അടിമ കച്ചവടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിമകളായിട്ട് കൊണ്ടുപോയി വിറ്റിട്ട് കാര്യം കാണാൻ വേണ്ടിയിട്ട് മനുഷ്യനെ. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് എടുക്കണം. ഇപ്പോൾ 8-ാം പ്രമാണത്തിലേക്ക് വരുമ്പോൾ കള്ളസാക്ഷി പറയുന്നത് അത് വളരെ ഉത്തരവാദിത്വപൂർവ്വം നിർവഹിക്കുന്ന സംഗതി. നമുക്ക് കോടതി എന്ന് പറയുന്നതിന് മുമ്പിൽ
ഭയത്തോടും ആദരവോടും കൂടി സത്യം വിളിച്ച് പറയുന്ന സംഗതി. 1 രാജാക്കന്മാർ 21 അധ്യായത്തിൽ നാം കാണുന്ന കാര്യം എന്താ? നാബോത്തിൻ്റെ കഥ അവിടെ എടുത്ത് പറയുന്നില്ലേ? നാബോത്തിൻ്റെ മുന്തിരിത്തോപ്പ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ആ രാജാവ്, ആഹാബ് രാജാവ് ജസബേൽ രാജ്ഞിനെ അവിടുത്തെ ചെന്നപ്പോൾ ആഹാബിൻ്റെ മുഖം വിഷാദമായിരിക്കുന്നു. രാജ്ഞി ചോദിച്ചു, എന്താ ഇങ്ങനെ? അയ്യോ, എനിക്ക് ആ തോപ്പിട്ടം വേണം, എനിക്ക് അത്ര താല്പര്യം അതിനോട്, പക്ഷേ അദ്ദേഹം തരില്ല, എൻ്റെ പിതൃസ്വത്താന്നാണ് പറയുന്നത്. അതായത് നാബോത്ത് പറയും എൻ്റെ പിതൃസ്വത്താണ്, അത് ഞാൻ തരില്ല എന്ന് പറയും. ദുഃഖിതനായി വന്ന് നിൽക്കുമ്പം രാജ്ഞി പറയാം, മണ്ടൻ, ഇദ്ദേഹം രാജാവല്ലേ, അവനെ അങ്ങോട്ട് തട്ടിക്കളയുന്നതിൻ്റെ മാർഗമുണ്ട്. ഉടനെ രാജ്ഞി തന്നെ നടപടിയെടുത്തു. എന്തുകൊണ്ടാണ്? 1-2 പേരെ കള്ളസാക്ഷികളെ കൊണ്ടാക്കിയിട്ട് ട്രിബ്യൂണൽ വിളിച്ചു കൂട്ടിയിട്ട് കള്ളസാക്ഷികളെക്കുറിച്ച് ഇയാൾ രാജ്യദ്രോഹം കുറ്റം ചെയ്യുന്ന നിലയിൽ പറയിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ച് അവനെ കൊന്നു കളഞ്ഞിട്ട് മുന്തിരിത്തോപ്പ് സ്വന്തമാക്കി. നിലനിൽക്കുമോ ഈ മുന്തിരിത്തോപ്പ്? അവസാനം എന്നാ സംഭവിച്ചേ? ഇത് രണ്ടും തെറ്റിപ്പോയില്ലേ? അവസാനം ജസബേൽ രാജ്ഞിയെ 4-ാം നിലയുടെ മുകളിൽ നിന്ന് വലിച്ച് താഴോട്ട് എറിഞ്ഞിട്ട് അവൻ്റെ ആ ശരീരവും മാംസവും തിന്നി ചെതറിയിട്ട് നായ്ക്കൾ അവിടെ രക്തം കുടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഇതൊന്നും വിശദീകരിക്കേണ്ട, അതൊക്കെ അറിയാവുന്ന സംഭവമില്ല. അതുകൊണ്ട് നാബോത്തിൻ്റെ ആ ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. നാബോത്തിൻ്റെ മുന്തിരിത്തോപ്പ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച രാജാവിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അത് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് മോഷ്ടിക്കരുതെന്ന് പറയുന്നത് ഒത്തിരി വിശദാംശങ്ങളുണ്ട്. 9-10 വരുമ്പോൾ നമ്മൾ കാണും, ഞാൻ പറഞ്ഞുവല്ലോ, അത് ഒരേ കൽപ്പന 2ആക്കി വിവരിച്ച് വെച്ചിരിക്കുക. കാരണം ഭാര്യയെ മറ്റ് വസ്തുക്കളുമായിട്ട് താതാത്മ്യപ്പെടുത്തുക, അത് വേറൊന്നായിട്ട് നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഭാര്യ, മൃഗങ്ങൾ, വസ്തുക്കൾ ഇതെല്ലാം ഒരേ ശീർഷകത്തിൽ കൊണ്ടുവച്ചതിനെ 2ആക്കി. അപ്പം നിയമാവർത്തനത്തിൻ്റെ 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ അത് അയൽക്കാരനെ ഭാര്യയെ മോഹിക്കരുതെന്നുള്ള 2 പ്രമാണമായിട്ട് തന്നെ അവിടെ നിൽക്കുക. അതാണ് കത്തോലിക്ക സഭ എടുത്തിരിക്കും. ആ വിഭജനമാണ് മറ്റിടത്ത് ഒന്നിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മോഹിക്കരുതെന്ന് പറഞ്ഞാൽ അത് വെറും ആഗ്രഹമല്ല, പ്രവൃത്തിയിലേക്ക് നീങ്ങരുതെന്നുള്ളതാണ്. കുടുംബ ഭദ്രതയുടെ കാര്യം അവിടെയും. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബം തകർക്കരുത്. അവൻ്റെ കുടുംബം തകർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് വിചാരിച്ചോ, നിൻ്റെ കുടുംബത്തിൻ്റെ തിരിച്ചടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു കുടുംബവും തകർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് സ്വകാര്യ സ്വത്താണ് മറ്റുള്ളവൻ്റെ, അതിനെ സംരക്ഷിക്കാനുള്ള ഉറപ്പാണ് അന്യൻ്റെ ഭാര്യ ആഗ്രഹിക്കുന്നത്. അർഹമല്ലാത്തത് സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ഇത് വിലക്കുകളുടെ പട്ടികയൊന്നുമില്ല, നിലനിൽപ്പിൻ്റെയും വളർച്ചയുടെയുമായിട്ടുള്ള മനുഷ്യാസ്തിത്വത്തിൻ്റെ ആവശ്യമായ കാര്യങ്ങളായി കൽപ്പനകൾ പറഞ്ഞു വെച്ചിരിക്കും. ഞാൻ സമാപിപ്പിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞു പോവുകയായിരുന്നു 10 കൽപ്പനകളെക്കുറിച്ച്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ കൃത്യമായി നിങ്ങൾക്കറിയാം. ഇത് ദൈവഹിതമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ. അതിൻ്റെ ആ കൽപ്പനകളെല്ലാം ഇന്നും പ്രസക്തമാണ്. അതൊന്നും വളച്ചൊടിക്കാൻ പറ്റില്ല, അതൊക്കെ മാറ്റിമറിക്കാൻ പറ്റില്ല. അതൊക്കെ എവിടെ വളച്ചൊടിക്കാൻ മാറ്റിമറിക്കാൻ ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം നാശം തന്നെ വന്ന് ഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് ദൈവകൽപ്പനകളിലേക്ക് തിരിച്ചു വരാം. ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ബലഹീനരാണെങ്കിൽ കൃപ അന്വേഷിക്കുകയും വാങ്ങിക്കുകയും ചെയ്യാൻ വേണ്ടി, അത് നടപ്പാക്കാൻ വേണ്ടി, അതുകൊണ്ട് അതിനനുസൃതമാണ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടതായിട്ട്. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.